കോഴിക്കോട് കുറ്റ്യാടിയിൽ വീട്ടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി. മീത്തല്ലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കട്ടൻ ഇനത്തിലുള്ള പാമ്പുകളെ പിടിച്ചത്. മക്കൾ കിടന്നുറങ്ങിയ കിടക്കയിലും മുറികളിലുമാണ് പാമ്പിനെ കണ്ടത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടി എഴുന്നേൽക്കുന്ന ഒരു സമയം 7 മണി 7:30 അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാൾ എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. അതിനുശേഷം പിന്നെ വീട്ടിൽ രാത്രിയായി ഒരു 7:30-8 മണീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ പോണ്ടിയിട്ട് അകത്തുള്ള ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വീണ്ടും ഒന്നിനെ കിട്ടി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് അരിച്ചു പെറുക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം പിന്നെയും വീണ്ടും ഒന്നിനെ കിട്ടി. അങ്ങനെ വീട്ടിൽ നിന്ന് 5 എണ്ണത്തിനെയാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ കിട്ടിയത്. കുട്ടികൾ 1 വയസ്സുള്ള ഒരു മോനും ഒരു മോളുമാണുള്ളത്. മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഫുള്ള് അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയത് പാമ്പിനെ. രാഹുൽ കെ വി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഇതിപ്പോ അടിക്കടി, അതായത് വിഷപ്പാമ്പുകൾ ജീവനെടുക്കുന്ന വാർത്ത അടിക്കടി നമ്മൾ കേൾക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വെള്ളിക്കെട്ടനെ പോലെ ഉഗ്ര വിഷമുള്ള പാമ്പുകൾ, അതും 5 എണ്ണം ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. തീർച്ചയായും അതെ, അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം, ഭാഗ്യമുള്ള കാര്യമെന്നത്. തൃശ്ശൂരിലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തൃശ്ശൂരിലെ 8 വയസ്സുകാരൻ അൽജോയുടെ മരണത്തിന് കാരണമായത് വെള്ളിക്കെട്ടന്റെ കടിയേറ്റാണ്. വീട്ടിന് അകത്ത് ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെയാണ് കടിച്ചത്. ഇവിടെ ഏതായാലും 5 പാമ്പുകളെയാണ്, വിഷപ്പാമ്പുകളെയാണ് വീടിനകത്ത് വെച്ച് തന്നെ പല സമയങ്ങളിലായി കണ്ടെത്തിയിട്ടുള്ളത്. അതിലെ ആദ്യം തന്നെ പാമ്പിനെ കാണുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. 2 മക്കൾ, 1 വയസ്സും അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിരുന്ന കിടക്കയിൽ വെച്ചാണ് ആദ്യം പാമ്പിനെ കാണുന്നത്. കുട്ടികൾ രാവിലെ, ഇന്നലെയാണ് സംഭവം മുഴുവനായി ഉണ്ടാകുന്നത്. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കിടക്കയിൽ തലയിണയുടെ ഭാഗത്തായാണ് ആദ്യം വലിയ വെള്ളിക്കെട്ടനെ കാണുന്നത്. അതിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്തു. അതിനുശേഷം മുറിയിൽ വെച്ച് തന്നെ അധികം വൈകാതെ മറ്റൊരു വെള്ളിക്കെട്ടനെ കൂടി കണ്ടെത്തി. അതിനുശേഷം പിന്നീട് പാമ്പിനെ കാണുന്നത് വീട്ടിനകത്ത് തന്നെയുള്ള ബാത്റൂമിലാണ്. അതിനകത്തേക്ക് ശുചിമുറിയിൽ കയറിയ സമയത്താണ് ഒരു വെള്ളിക്കെട്ടിനെ കാണുന്നത്. പിന്നീട് വീട് പൂർണ്ണമായും തന്നെ അരിച്ചു പെറുക്കിയ സമയത്ത് വീണ്ടും വെള്ളിക്കെട്ടൻ ഇനത്തിൽ തന്നെയുള്ള പാമ്പുകളെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. 5 പാമ്പുകളെയാണ് വീട്ടിനകത്ത് വെച്ച് തന്നെ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിലായി പിടികൂടാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഇത്രയും പാമ്പുകളെ കണ്ടതുകൊണ്ട് തന്നെ പിന്നീട് നാട്ടുകാരുടെ സഹായം കൂടി, അയൽവാസികളുടെ സഹായം കൂടി തേടുകയാണ്. അങ്ങനെ അരിച്ചു പെറുക്കി മുക്കിലും മൂലയിലുമായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പാമ്പുകളെ കണ്ടെത്തത്. ഈ വീടിനെ സംബന്ധിച്ച് മുഴുവൻ ചുമരുകളൊക്കെ തേച്ചതാണ്, ചുമരുകളും നിലവും ഒക്കെ തേച്ചതാണ്. അപ്പോൾ ഈ പാമ്പുകൾ എങ്ങനെ അകത്തേക്ക് കയറി എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഹോളുകൾ, ദ്വാരങ്ങളൊന്നും തന്നെ ആ വീട്ടിൽ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും മുഴുവൻ വളരെ ആശ്വാസം, ഭാഗ്യം എന്ന് പറയുന്നത് മുഴുവൻ പാമ്പുകളെയും കണ്ടെത്താൻ കഴിഞ്ഞു. എല്ലാ മേഖലയും അരിച്ചു പെറുക്കി കൂടുതൽ ഈ പാമ്പുകൾ ഇല്ല എന്ന് സ്ഥിരീകരിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ വീട്ടിൽ ഈ 2 മക്കൾ, അതുപോലെ രമേശന്റെ ഭാര്യ, രക്ഷിതാക്കൾ എന്നിവരടക്കം 6 പേരുള്ള വീടാണ്. വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ എല്ലാ പാമ്പുകളെയും പിടികൂടി പുറത്താക്കാൻ കഴിഞ്ഞു എന്നതാണ് കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി ഉള്ളത്.